ഹലോ നമസ്കാരം, വെൽക്കം ടു ഡേ ഡ്രീംസ്. എൻ്റെ പേര് ജോൺസൺ ചെറിയ. എൻ്റെ വൈഫിൻ്റെ ബർത്ത്ഡേ ആണ് ഈ വരുന്ന വീക്കെൻഡിൽ. അപ്പോൾ പുള്ളിക്കാർക്ക് ഒരു ചെറിയൊരു സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വീഡിയോ വ്ളോഗാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പുള്ളിക്കാരോട് പറഞ്ഞിട്ടുള്ളത് നമുക്കൊന്ന് പുറത്ത് പോയിട്ട് ഒന്ന് കറങ്ങി ബീച്ചിലൊക്കെ പോയിട്ട് ഡിന്നറൊക്കെ കഴിച്ച് തിരിച്ച് വരാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആള് അതിനനുസരിച്ച് പ്രിപ്പയർഡ് ആവാൻ വേണ്ടിയിട്ട് സലൂണിൽ പോയതാണ്. അപ്പോൾ അതിൻ്റെ ഗ്യാപ്പിലാണ് ഞാൻ ഈ വീഡിയോ വ്ളോഗ് ചെയ്യുന്നത്, ഈ ഇൻട്രോ തന്നത്. എന്തായാലും തമ്പനയിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ ദുബായ് മോളിൽ ഷാർക്ക് എൻകൗണ്ടറാണ് ചെയ്യാൻ പോകുന്നത് അക്വാറിയത്തിൽ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും എക്സ്പീരിയൻസാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണത്. അപ്പോൾ വൺസ് അഗൈൻ എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. വെൽക്കം ടു ഡേ ഡ്രീംസ്. അങ്ങനെ യാത്ര തുടങ്ങി. പക്ഷേ ചെറിയൊരു അമ്പലി പറ്റി. എനിക്കൊരു ഫോൺ വന്നു ഈ ഡ്രൈവിങ്ങിൻ്റെ ഇടയിൽ. ദുബായ് അക്വാറിയത്തിൻ്റെ ഓഫീസിലാണെന്ന് പറഞ്ഞിട്ട്. ബുക്കിങ്ങിന് പറ്റിയായിരുന്നു സംഭവം. ഫോൺ കാർ സ്പീക്കറിലായതുകൊണ്ട് സർപ്രൈസ് ചെറുതായിട്ടൊന്ന് ചുറ്റിപ്പോയി. അഭിനയിക്കാൻ എനിക്ക് നല്ല മിടുക്കുള്ളത് കാരണം അവൾക്ക് ശരിക്കും കാര്യം മനസ്സിലായി. അപ്പോൾ ഞങ്ങളിപ്പോൾ പോകുന്നത് ഷെയ്ഖ് സയദ് റോഡ് വഴി ഞങ്ങൾ ദുബായ് മോളിലേക്കാണ് പോകുന്നത്. ഗർഹദ് പാലം കഴിഞ്ഞു. ഇനി നേരെ പോകുന്നത് ദുബായ് മോളിൻ്റെ സിനിമ പാർക്കിങ്ങിൽ പോയിട്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് ദുബായ് അക്വാറിയത്തിൻ്റെ സൈഡിലേക്ക് പോകണം. അപ്പോൾ ഇപ്പോൾ പോകുന്ന കാഴ്ചകൾ ഇപ്പം നമുക്ക് കാണാം. ദുബായ് അക്വാറിയം കാണാനാ പോണേ? UAE വിസിറ്റ് ചെയ്യുന്ന എല്ലാവരും വന്ന് കണ്ട് ഷോപ്പിംഗ് ചെയ്യാൻ വരുന്ന ഒരു സ്ഥലമാണ് ഈ ദുബായ് മോൾ. ലോകത്തിലെ ഏറ്റവും വലിയ മോൾ, അതിൻ്റെ ഉള്ളിലൊരു അക്വാറിയം, അതും ലോകത്തിലെ ഏറ്റവും വലിയ ഇൻഡോർ അക്വാറിയം. വളരെ റെയർ ആയിട്ടുള്ള മീനുകൾ, സ്രാവുകൾ, മുതലകൾ, പെൻക്വിൻസ്, പിന്നെ ഒരുപാട് വ്യത്യസ്ത രീതിയിലുള്ള കടൽ ജീവികളുള്ള ഒരു കിടിലൻ അക്വാറിയം എന്ന അണ്ടർവാട്ടർ സൂ ആണ് ദുബായ് മോളിലുള്ളത്. എന്നാൽ ഞങ്ങളുടെ ഇന്നത്തെ പരിപാടി ഈ അക്വാറിയത്തിൻ്റെ ഉള്ളിലാണ്. അങ്ങനെ ഞങ്ങൾ ദുബായ് മോളിലെത്തി. കാര്യം അച്ഛനോട് പറഞ്ഞു. പുള്ളിക്കാരും ഭയങ്കര രീതിയിൽ എക്സൈറ്റഡ് ആയി. അവളുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു സംഭവമാണ് അത്ര ഈ ഡൈവിംഗ് എക്സ്പീരിയൻസ്. എന്തായാലും ബുക്കിംഗ് ചെയ്ത ഒരു സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ ഞങ്ങൾ അവിടെ എത്തി. പ്രീ ബുക്കിംഗ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇങ്ങനത്തെ ഒരു ഡൈവിംഗ് കോഴ്സ് എടുക്കാൻ പറ്റുകയുള്ളൂ. ഫോൺ ബുക്കിംഗ് ഉണ്ട്, അതേപോലെ തന്നെ ഓൺലൈൻ ബുക്കിംഗ് ഉണ്ട്. പക്ഷെ ഞാൻ ഓപ്റ്റ് ചെയ്തിട്ടുള്ളത് അവിടെ നേരിട്ട് ചെന്നിട്ടുള്ള അവിടുത്തെ ഓഫേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ടാണ് ഞാൻ ബുക്ക് ചെയ്തിട്ടുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ LED പാനൽ ഡിസ്പ്ലേയുടെ അടിയിലാണ് ഈ ദുബായ് അക്വാറിയം ഉള്ളത്. എന്നാൽ നമ്മൾ പോകേണ്ടത് സെക്കൻഡ് ഫ്ലോറിലുള്ള ദുബായ് അക്വാറിയം ആൻഡ് അണ്ടർ വാട്ടർ സൂവിൻ്റെ മെയിൻ എൻട്രൻസ് കൂടിയാണ്. ഷാർക്ക് എൻകൗണ്ടറിൻ്റെ 2 വ്യത്യസ്ത രീതിയിലുള്ള എക്സ്പീരിയൻസ് ആണ് ഞങ്ങൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. ഷാർക്ക് ഡൈവിങ്ങിന് 632 ദിറംസും ഷാർക്ക് വാക്കറിന് 496 ദിറംസാണ് ബുക്ക് ചെയ്യാനായിട്ടുള്ള ഒരു എമൗണ്ട് വന്നത്. നാട്ടിലത്തെ ഏകദേശം ഒരു 25,000 രൂപ വരും ഈ ഒരു 45 മിനിറ്റ്സ് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട്. ബുക്കിംഗ് ചെയ്തതിൻ്റെ റെസിപ്റ്റ് കാണിച്ചപ്പോൾ നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് ഫിൽ ചെയ്യാനുള്ള ഒരു ഫോമും കൺസെൻറ്റ് ഫോമും സൈൻ ചെയ്യാനുള്ള പേപ്പറും കിട്ടി. സത്യം പറഞ്ഞാൽ അതുവരെ എക്സൈറ്റഡ് ആയ എനിക്ക് പോലും ചെറിയൊരു പേടി വന്നു തുടങ്ങി. എന്നാലും അവളുടെ ഒരു ആഗ്രഹമല്ലേ എന്ന് വിചാരിച്ച് ധൈര്യം കൈവച്ചു. ക്ലാസ് എടുക്കാൻ ഞങ്ങളുടെ ഇൻസ്ട്രക്ടർ എത്തി. തമാശ രീതിയിലാണ് പുള്ളിക്കാരൻ വെള്ളത്തിൻ്റെ അടിയിലുള്ള സൈൻ ലാംഗ്വേജ് പഠിപ്പിച്ചു തരുന്നത്. Going up? Don't answer. What does it mean? Going down. Exactly. What does it mean? Come forward. Yeah. Or just swim or come. Right? What does it mean? Stop. Amazing. She's very good. Right? Okay. You understand everything? Yes. Little bit, yeah. Yes, I understood. We will see. Okay. ജീവൻ വെച്ചിട്ടുള്ള ഒരു കളിയായത് കാരണം അച്ചു പല ആൾക്കാരോടും ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഡ്രസ്സിംഗ് ആണ് നെക്സ്റ്റ്. അവർ നമ്മുടെ ബോഡി ഷേപ്പിനനുസരിച്ചുള്ള ഒരു ഡൈവിംഗ് സൂട്ട് തരും. പിന്നീട് വെള്ളത്തിലിറങ്ങുമ്പോൾ ഓക്സിജൻ സിലിണ്ടറും ബാക്ക് പാക്കും പ്ലേസ് ചെയ്യുന്നതാണ് രീതി. അച്ചു ചെയ്യാൻ പോണത് ഷാർക്ക് വാക്കറാണ്. അതായത് ഒരു ഹെൽമെറ്റ് വെച്ച് ഒരു കേജിൻ്റെ ഉള്ളിൽ കയറി ഷാർക്കിനെയും പല മീനുകളെയും കാണുന്ന ഒരു എക്സ്പീരിയൻസ്. അതാണ് അവൾ ഓപ്റ്റ് ചെയ്തിട്ടുള്ളത്.
ഈ ഹെൽമെറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാണെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഓക്സിജൻ പമ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് സാധാരണ രീതിയിൽ ശ്വസിക്കുന്നത് പോലെ ശ്വസിച്ച് മീനുകളൊക്കെ കണ്ട് ആസ്വദിക്കാൻ പറ്റുന്നതാണ്. അച്ചു ഇറങ്ങിയതിന് ശേഷമാണ് എൻ്റെ ടൈം സ്ലോട്ട്. അപ്പം ഞാൻ ചെയ്യാൻ പോകുന്നത് ഷാർക്ക് ഡൈവ് ആണ്. അതായത് ഓക്സിജൻ ബാക്ക് പാക്കൊക്കെ വെച്ച് അക്വേറിയം ഫുള്ളായിട്ട് കറങ്ങി വരുന്ന ഒരു എക്സ്പീരിയൻസ്. ഗോപ്രോ യൂസ് ചെയ്യുന്നത് കുറച്ച് പേടിയുള്ളത് കാരണം ഞാൻ എൻ്റെ ഒപ്പം വന്ന ആ എക്സ്പീരിയൻസ് ആയ ഡ്രൈവറിൻ്റെ കയ്യിൽ ഞാൻ കൊടുത്തു. നീന്തൽ അത്ര വശമില്ലാത്ത ആൾക്ക് പോലും ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ഡൈവിങ്. ശ്വാസം എടുക്കുന്നതും പോകുന്നതും വായിൽ കൂടെയാണെന്നുള്ള ആ കാര്യം ഇടയ്ക്ക് ഞാൻ മറന്നു പോയിരുന്നു. അപ്പോൾ ഈ ഒരു എക്സ്പീരിയൻസിൻ്റെ ഇടയിൽ ഞാൻ ചെറുതായിട്ടൊന്ന് പാനിക്കൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളുടെ ഒപ്പം വന്ന ആ എക്സ്പീരിയൻസ്ഡ് ഡ്രൈവർ അഹമ്മദിൻ്റെ ഫുൾ സപ്പോർട്ട് ഉള്ളത് കാരണം നല്ല രീതിയിൽ എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ഈ ഒരു ഡൈവിങ് എക്സ്പീരിയൻസിൻ്റെ ഇടയിൽ ഒരുപാട് വ്യത്യസ്ത രീതിയിലുള്ള മീനുകളും അതേപോലെ പലതരത്തിലുള്ള സ്രാവുകളും അടുത്ത് നിന്ന് കാണാൻ പറ്റി. പണ്ട് പടത്തിൽ പപ്പു പറഞ്ഞതുപോലെ ഒന്ന് അങ്ങോട്ടോ ഇല്ലെങ്കിൽ ഇങ്ങോട്ടോ പോയാൽ സംഭവം ഉഷാറ്. ജീവിക്കാൻ കുറച്ച് കൊതി വന്ന നിമിഷങ്ങളായിരുന്നു അത്. അണ്ടർ വാട്ടർ ക്യാമറ യൂസേജിന് ഇവിടെ വേറെ എഡീഷണൽ ചാർജ് കൊടുക്കേണ്ടി വന്നു. ഫോട്ടോസ് ആൻഡ് വീഡിയോസ് എടുക്കുന്നതിന് 210 റംസ് ചാർജായി. അത്യാവശ്യം നല്ല ഫോട്ടോസ് ആൻഡ് വീഡിയോസ് പിന്നെ കുറച്ച് നല്ല ഓർമ്മകൾ സമ്മാനിക്കുന്ന നിമിഷങ്ങൾ ഇതിൽ കൂടെ ക്യാപ്ചർ ചെയ്യാൻ പറ്റി. ഞങ്ങൾ 2 പേരുടെ എക്സ്പീരിയൻസ് ടോട്ടലി ഡിഫറെൻ്റ് ആണെങ്കിലും ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്യുകയായിരുന്നു. ഒന്നും മറ്റതിനേക്കാട്ടും മെച്ചമെന്ന് വിശേഷിപ്പിക്കുന്ന നിമിഷങ്ങൾ ഇതുവരെ എക്സ്പ്ലോർ ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമായി മാറി. സ്വപ്നത്തിൽ പോലും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് വിചാരിച്ചിരുന്നില്ല. ഫോട്ടോ സെഷനായിരുന്നു ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ്. ഒരുപാട് ഫോട്ടോസ് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റി. ഷാർക്ക് എൻകൗണ്ടർ എക്സ്പീരിയൻസ് കഴിഞ്ഞ് ഞാൻ മെല്ലെ ചേഞ്ചിങ് റൂമിലേക്ക് കയറി. ഡ്രസ്സ് മാറി വന്നപ്പോഴേക്കും അച്ചു പോയ കേജ് മെല്ലെ മുകളിലേക്ക് വരുന്നുണ്ടായിരുന്നു. എന്നും മനസ്സിൽ ഓർമ്മിക്കാൻ പറ്റുന്ന ഒരു ബർത്ത്ഡേ ആയതിൻ്റെ സന്തോഷം ഞങ്ങൾ 2 പേരെയും കണ്ടാൽ മനസ്സിലാവും. എങ്ങനെയുണ്ടായിരുന്നു? നല്ല അടുത്തുനിന്ന് കാണാൻ പറ്റി. അങ്ങനെ ഞങ്ങളുടെ ഷാർക്ക് എൻകൗണ്ടർ എക്സ്പീരിയൻസ് കണ്ടതിന് ശേഷം ഞങ്ങൾ അണ്ടർ വാട്ടർ സൂവും പെൻക്വിൻ എൻകൗണ്ടേഴ്സും കണ്ട് ഇറങ്ങി. ഞങ്ങൾ എടുത്ത പാക്കേജിൽ ഇത് രണ്ടും ഫ്രീ ആയിട്ട് കാണാനുള്ള ഒരു അവസരമുണ്ടായിരുന്നു. എന്തായാലും ഈ ഒരു ഡൈവിങ് എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു കാര്യം കൂടി ടിക്ക് ചെയ്തു. ഈ ഒരു ഡൈവിങ് നിങ്ങൾ ശരിക്കും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. ഒന്നും പറയാനില്ല. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എല്ലാവർക്കും ഞങ്ങളുടെ ഈ ചെറിയ വ്ലോഗ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. വേറൊരു ട്രാവൽ എക്സ്പീരിയൻസുമായി ഡേ ഡ്രീംസിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, സ്റ്റേ സേഫ്.